ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു വിട്ടോപ്പിയൻ ചാനൽ. എമ്പുരാൻ കണ്ടിറങ്ങി വരുന്ന വഴിയാണ്. 180 കോടി മുടക്കി ഒരു മലയാളം സിനിമ ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ പൈസയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമെന്ന് പൃഥ്വിരാജ് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പറഞ്ഞത് 100% ശരിയാണ്. ഇതുപോലെ ഒരു മലയാളം സിനിമ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടുള്ള കാര്യമില്ല. കാരണം നമ്മൾ ഈ ഇന്ത്യൻ സിനിമയിൽ, നമ്മൾ ബോളിവുഡ് സിനിമ എന്ന് ഞാൻ പറയുന്നില്ല, തെലുങ്ക് സിനിമയിൽ നിന്നൊക്കെ ഏറ്റവും വലിയ ബഡ്ജറ്റ് സിനിമകളൊക്കെ വരുന്നു. ഇപ്പോൾ അവസാനം വന്ന കൽക്കിയോ അല്ലെങ്കിൽ കന്നഡയിൽ നിന്ന് വന്ന KGF അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാഗ്നം ഓപ്പസ് അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് എഫക്റ്റ് ഉണ്ടല്ലോ. അതൊന്നും ഒരിക്കലും നമുക്കൊരു മലയാളം സിനിമയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള ഒരു കൊച്ചു, ഈ കേരളം പോലെയുള്ള ഒരു കൊച്ചു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൊച്ചു ഫിലിം ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും അംബീഷ്യസ് ആയിട്ട് ചിന്തിച്ച് ഇത്രയും വലിയൊരു പ്രോഡക്റ്റ്, എമ്പുരാൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഇതിൻ്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകർക്ക്, ഇതിൻ്റെ സംവിധായകന്, ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിന്, ഇതിൻ്റെ എഴുത്തിന്, ഇവർക്കെല്ലാം തന്നെയാണ് ഏറ്റവും വലിയ അപ്രിസിയേഷൻ കൊടുക്കേണ്ടത്. നമ്മൾ ലൂസിഫറിൽ കണ്ട പോലെ തന്നെ ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് ഏകദേശം 2.5 മണിക്കൂർ കൂടുതലുണ്ടായിരുന്ന ലൂസിഫർ സിനിമയിൽ എനിക്ക് തോന്നുന്നു 10-40 മിനിറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു മോഹൻലാലിൻ്റെ ഏരിയസാണ് ഉള്ളത്. അതേപോലെ തന്നെ എമ്പുരാനിലും ആ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇതിലെ കൂടുതൽ സപ്ലോട്ട്സുകളുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലേക്ക് ലൂസിഫറിനെക്കാട്ടിൽ കൂടുതൽ സപ്ലോട്ട്സുകൾ ഇതിനകത്തിൽ വരുന്നുണ്ട്. അതായത് കേരള രാഷ്ട്രീയം മാത്രമല്ല, ഇതിനകത്തിലൊരു ഖുറേഷി എബ്രഹാമിൻ്റെ ആ ഒരു നെക്സസിൻ്റെ ആ ഒരു പവർ, അതിന് പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിൽ ചെന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ള ചില ഫ്രെയിംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് ലെവൽ ഫ്രെയിംസ് ആണ്. ഈ പടത്തിൻ്റെ തുടക്കം, അതായത് ഒരു MI6 ഓപ്പറേഷൻ പോലെ കാണിക്കുന്നതൊക്കെ വേറെ ലെവൽ ഫ്രെയിമും അതിൻ്റെ മേക്കിങ്ങുമായിട്ടാണ് ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിയത്. പ്ലസ് ഇതിനകത്തിൽ സയ്യദ് മസൂദിൻ്റെ ഒരു ഹിസ്റ്ററി, ആ ഒരു പോർഷൻ തുടക്കത്തിൽ, അതൊക്കെ ഗംഭീര എക്സിക്യൂഷൻ തന്നെയായിരുന്നു. ഇതിലേക്ക് വരുമ്പോൾ ലണ്ടൻ, സെനഗൽ അല്ലെങ്കിൽ ഈ പറയുന്ന പല രാജ്യങ്ങൾ, ന്യൂയോർക്ക് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ചെന്ന് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത് ആ ഒരു ലെവൽ മേക്കിംഗ്, ഈ ഒരു ലെവലിലേക്ക് മലയാള സിനിമയെ പുഷ് ചെയ്യുക, അതായത് ബൗണ്ടറീസ് ഒക്കെ തച്ചുടച്ചുകൊണ്ട് ഇത്രയും ലെവലിലേക്ക് പുഷ് ചെയ്ത് ഇത്രയും അംബീഷ്യസ് ആയിട്ട് ഇതിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഗട്ട്സാണ്, ഭയങ്കര ഒരു വലിയ ധൈര്യമാണ്. ഇപ്പം നമ്മൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് സംശയങ്ങളുണ്ട്. ഇതിൽ ആരാണ് വില്ലൻ, ഇതിൽ പൃഥ്വിരാജ് ചിലപ്പം ലാലേട്ടനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുമോ. പക്ഷേ ഒരു ട്രൂ ഫാൻ ബോയ് എന്ന് പറയുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഇത് ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്നത് അയാളുടെ തന്നെയാണ്. അയാൾക്ക് മുകളിൽ ആരുമില്ല എന്നുള്ളത് എഴുതി വെച്ചേക്കുന്നത് പോലെ തന്നെ ആ ഒരു എക്സിക്യൂഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിലറിൽ കണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് സയ്യദ് മസൂദ്, പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഒരു പ്രൊമിനൻസ് ഈ പടത്തിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കൊന്ന് ലൂസിഫർ എന്ന് പറയുന്ന പടത്തിൽ ഓരോ ക്യാരക്ടറിനും കൃത്യമായ ഒരു ക്യാരക്ടർ ആർക്ക് അല്ലെങ്കിൽ ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പടമായിരുന്നു. അപ്പോൾ അതേപോലെ ആ ഒരു പടത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് ഓഫായിട്ട് നിന്നത് ഡെഫിനറ്റ്ലി പൃഥ്വിരാജിന്റെ ആ ഒരു ഹിറ്റ്മാൻ, ആ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പോൾ അതിനൊരു കൃത്യമായ ആർക്ക് ഈ സിനിമയിൽ വരുന്നുണ്ട്. ആ ഒരു ആർക്കിൽ ഒരുപക്ഷെ ലാലേട്ടന്റെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് മുങ്ങിപ്പോകുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥ ഒരു ഫാൻ ബോയ് ആണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ് തെളിയിച്ചിരിക്കുകയാണ്. ലൂസിഫർ അല്ലെങ്കിൽ എമ്പുരാന് മുകളിൽ ആരുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. പിന്നെ ഇതിനകത്തിൽ കൂടുതലും ഈ പറയുന്ന പോലെ ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്, പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ പ്ലോട്ട്, ഇതെല്ലാം വരുമ്പോഴത്തേക്ക് കേരളത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു കഥ പറച്ചിൽ ലൂസിഫറിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. പിന്നെ നമ്മൾ മലയാളികൾ, അല്ലെങ്കിൽ കുറച്ച് മലയാളികൾക്കെങ്കിലും ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വെളിയിലോട്ട് ഒരു മലയാള സിനിമയിൽ വെളിയിലോട്ട് പോയിട്ട് ചിത്രീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുറച്ച് കൺവിൻസ് ആകാനായിട്ടുള്ള ഒരു പാടുള്ള ഒരു കാര്യമുണ്ട്. കാരണം നമുക്കെപ്പോഴും നമ്മളുടെ നാട്ടിലെ ഇതും, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്ന ഒരാളുടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എത്ര കണ്ട് പ്രൊജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ആയിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ ഒരു ഫാൻ ബോയ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അയാളൊരു മഞ്ജു വാര്യർ ഫാൻ കൂടെയാണ്. മഞ്ജു വാര്യർ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് കഥാപാത്രം, നല്ല
കിടിലമായിട്ട്. മുരളി ഗോപിക്ക് എപ്പോഴും ഈ രാഷ്ട്രീയം പറയുന്നിടത്ത് പുള്ളിയെ ഓവർടേക്ക് ചെയ്യാൻ വേറൊരാളുണ്ട് എന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തോന്നുന്നില്ല. പുള്ളിയുടെ ഏരിയയാണത്. പുള്ളി അത്ര ഗംഭീരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ഈ കേരള പൊളിറ്റിക്സിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും ഡെലിവറി ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പടത്തിന്റെ ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ കൂടുതൽ സെക്കൻഡ് ഹാഫ് ആയിരിക്കും ഒരുപക്ഷെ ഒരു മെജോറിറ്റി മലയാളികൾക്കും ഇഷ്ടപ്പെടുക എന്ന് തോന്നുന്നു. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു പൊളിറ്റിക്സ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളീസിന് കൂടുതലും ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ പോകുന്നത് സെക്കൻഡ് ഹാഫ് ആയിരിക്കും. സെക്കൻഡ് ഹാഫിൽ ഒരു സ്ട്രെച്ച്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 20 to 30 മിനിറ്റ്സ് ഒരു വല്ലാത്തൊരു പോക്ക് തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള എല്ലാവർക്കും കൈയടിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിക്യൂഷൻ പ്ലസ് ദീപക് ദേവിന്റെ മ്യൂസിക് ആ ഏരിയയിലേക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു പറയേണ്ടതാണ്. ഗംഭീരമായി വന്നിട്ടുണ്ട്. ഈ സിനിമയെ ലൂസിഫറിനോട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇത് ലൂസിഫറിൽ നിന്നും ഒരുപാട് ഈ സിനിമയുടെ ഒരു ക്യാൻവാസ് എന്ന് പറയുന്നത് വല്ലാണ്ട് വേറൊരു ലെവലിലേക്ക് പോകുന്നതാണ്. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഹോളിവുഡ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഡ്രഗ് കാർട്ടൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള കുറെ ഗൂഢ സംഘങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് കൂടുതലും ഫസ്റ്റ് ഹാഫിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും സിനിമ ഗംഭീരമായിട്ടുണ്ട്. 180 കോടി മുടക്കി ഒരു മലയാള സിനിമ തിയേറ്ററിലേക്ക് വരുമ്പം അതിനെ ആദ്യ ദിവസം തന്നെ വന്നിരുന്ന് നെഗറ്റീവ് പറയാനോ സ്പോയിലർ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. 180 crores എന്ന് പറയുന്നത് മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റാണെന്ന് തന്നെ തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഒരു സിനിമ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ ഇതിൻ്റെ എല്ലാ ടെക്നിക്കാലിറ്റീസും എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ഇത് ലൂസിഫർ കണ്ട ആ സമയത്ത് തന്നെ നമുക്കറിയാം ഓരോ ഫ്രെയിമും ഗ്രാൻഡാണ്. ആ ഗ്രാൻഡ്നെസ് നമുക്ക് ലിറ്ററലി എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണം. ലാലേട്ടൻ ആസ് യൂഷ്വൽ, പുള്ളി എനിക്ക് തോന്നുന്നു ലൂസിഫറിന്റെ അതേ രീതിയിൽ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പടി മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോർട്രേ ആണ് ഈ പറയുന്ന ഖുറേഷി എബ്രാം എന്ന കഥാപാത്രത്തിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കടലിളകി മുന്നിലേക്ക് വന്നാലും അനങ്ങാതെ നിൽക്കുന്ന രീതിയിലുള്ള ആ ലെവലിൽ കാമ്പോസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ടാണ് ഇതിനകത്തിലുള്ളത്. അപ്പോൾ അത്ര കണ്ട് ഭാവപ്രകടനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ആ മുഖത്തിനി കൊണ്ടുവന്ന ഒരു മാസ്ക് കൊണ്ടുവച്ചാൽ പോലും ആ 2 കണ്ണുകൾ മാത്രം മതി. ആ ഗംഭീരമായിട്ട് ആ ഇൻട്രോ അല്ലെങ്കിൽ അതിലെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോഴുള്ള ചില നോട്ടങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ ആ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു അറ്റ്ലീസ്റ്റ് 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമ തന്നെയാണ്. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിലുള്ള ഒരു മലയാളം സിനിമ. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ്. പൃഥ്വിരാജ് പുള്ളി ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞ ഈ ട്രൂ ടു ഹിസ് വേർഡ്സ്, അതായത് ഈ പടത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുള്ള ഓരോ പെന്നിയും അത് സ്ക്രീനിൽ കാണാം എന്നാണ് പറഞ്ഞിരുന്നത്. അത് ലിറ്ററലി ട്രൂ ആണ്. അത് കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ തന്നെ ചെന്നിരുന്ന് ഈ സിനിമ കാണണം. താങ്ക് യു.